ഹലോ, അസ്സലാമു അലൈക്കും. യാസൂസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു കോവയ്ക്ക റോസ്റ്റിൻ്റെ റെസിപ്പി കണ്ടാലോ. ആദ്യം ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1.5 മുറി സവാള അരിഞ്ഞതും ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. 2-3 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചതും 2 പച്ചമുളകും ചേർത്ത് വീണ്ടും നന്നായി ഇളക്കി കൊടുക്കാം. ഇടയ്ക്കൊക്കെ ഒന്ന് അടച്ച് വെച്ച് വേവിക്കണം. നല്ലപോലെ ഗോൾഡൻ കളറായി വരുമ്പോഴേക്കും ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കോവയ്ക്ക ചേർത്ത് കൊടുക്കാം. സവാളയും കോവയ്ക്കയും ഒന്നും കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കാം. കോവയ്ക്കയ്ക്ക് ആവശ്യമായ ഉപ്പ് ഇപ്പോൾ ചേർക്കേണ്ടതാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് വീണ്ടും നന്നായി മിക്സ് ചെയ്തെടുക്കാം. കോവയ്ക്കയ്ക്ക് അല്പം വേവുള്ളത് കൊണ്ട് നമുക്ക് ഇതിലേക്ക് ഇപ്പോൾ കുറച്ച് വെള്ളം ചേർക്കേണ്ടതുണ്ട്. ഏകദേശം ഒരു 1.5 ഗ്ലാസ് വെള്ളം ഇപ്പോൾ തന്നെ ചേർക്കണം. എന്നിട്ട് അടച്ച് വെച്ച് നല്ലപോലെ വേവിക്കാം. ഏകദേശം 10-15 മിനിറ്റെങ്കിലും അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് പൊടി ഐറ്റംസൊക്കെ ചേർക്കാം. ഞാനിതിലേക്ക് 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയുമാണ് ചേർത്തിരിക്കുന്നത്. ഇതും ചേർത്ത് നന്നായി വീണ്ടും നമുക്ക് ഇളക്കി കൊടുക്കാം. മസാലയുടെയൊക്കെ പച്ചമണം മാറി എണ്ണ തെളിയുമ്പോൾ ഇതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. വളരെ കുറച്ച് മാത്രം പുളിവെള്ളം ചേർക്കുക. പുളി ഒട്ടും കൂടാൻ പാടില്ല. വീണ്ടും ഇതിനെ നന്നായി മിക്സ് ചെയ്ത് വയ്ക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് ലാസ്റ്റ് എരിയും പുളിയുമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയ്ക്ക് പകരം ശർക്കരയും ചേർക്കാവുന്നതാണ്. ചോറിൻ്റെയും ചപ്പാത്തിയുടെയും കൂടെ കഴിക്കാൻ പറ്റിയ സൂപ്പർ ടേസ്റ്റി കോവയ്ക്ക റോസ്റ്റ് റെഡി.